ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, 1195 ഓഗസ്റ്റ് 15 ജനനം. വളരെ സമ്പന്നമായ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്, ഇറ്റലിയിലെ പാതുവായിൽ. ആദ്യത്തെ പേര് ഫെർണാണ്ടോ മാർട്ടിൻ എന്നായിരുന്നു. അദ്ദേഹം ജൂൺ 13, 1231 മരിക്കുകയും ചെയ്തു. 15-ാമത്തെ വയസ്സിലാണ് സന്യാസ ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിലേക്കുമൊക്കെ അദ്ദേഹം കടന്നു വരുന്നതും അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതും. പിന്നീട് അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേർന്ന് അദ്ദേഹം വൈദികനായി കോയിംബ്രയിൽ വൈദികനായി സേവനമനുഷ്ഠിക്കുന്ന കാലം. അവിടെ വെച്ച് ഫ്രാൻസിസ്കൻ സന്യാസ സഭയിലെ വൈദികരുമായി അടുത്തിടപഴകാനും അവരെ പരിചയപ്പെടാനും ഫെർണാണ്ടോ മാർട്ടിന് അവസരം ലഭിച്ചു. ഫ്രാൻസിസ്കൻ സന്യാസ ജീവിതത്തിൻ്റെ ശൈലിയും അവരുടെ ലളിതവും ഹൃദ്യവുമായ സമീപന രീതിയും എല്ലാം അങ്ങേയറ്റം ഫെർണാണ്ടോ മാർട്ടിനെ ആകർഷിക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിലാണ് സുവിശേഷ പ്രസംഗത്തിനായി ഫ്രാൻസിസ്കൻ സഭയിൽ നിന്ന് 5 വൈദികർ മൊറോക്കയിൽ പോയി സേവനമനുഷ്ഠിക്കുന്നത്. അവിടെ വെച്ച് അവർക്കുണ്ടായത് ദാരുണമായ അനുഭവമാണ്. 5 പേരുടെയും തലവെട്ടിയാണ് അവരെ കൊലപ്പെടുത്തുന്നത്. അവരുടെ മൃതദേഹങ്ങൾ പിന്നീട് ഫെർണാണ്ടോ താമസിച്ചിരുന്ന സ്ഥലത്താണ് കൊണ്ടുവന്നത്. ഈ കാഴ്ച അങ്ങേയറ്റം ഹൃദയഭേദകമായിരുന്നു. ഫെർണാണ്ടോയുടെ മനസ്സിനെ ഇത് അങ്ങേയറ്റം സ്വാധീനിക്കുകയും ചെയ്തു. ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി ജീവിക്കണമെന്ന തീക്ഷ്ണമായ ആഗ്രഹം അങ്ങനെ അദ്ദേഹത്തിൽ ആഴപ്പെടുകയുണ്ടായി. അധികാരികളുടെ അനുവാദത്തോടെ അഗസ്റ്റീനിയൻ സന്യാസ ജീവിതം ഉപേക്ഷിച്ച് ഫ്രാൻസിസ്കൻ സന്യാസ സഭയിലേക്ക് ഫെർണാണ്ടോ മാർട്ടിൻ കടന്നു വരികയാണ്. ആ സഭയിൽ ചേർന്ന് ഫെർണാണ്ടോ മാർട്ടിൻ എന്ന പേര് മാറ്റി പകരം അന്തോണി എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. വധിക്കപ്പെട്ട ഫ്രാൻസിസ്കൻ വൈദികരുടെ ചൈതന്യത്താൽ പ്രചോദിതനായി അദ്ദേഹവും മൊറോക്കോയിലേക്ക് യാത്രയാവുകയാണ് സുവിശേഷ പ്രചാരണാർത്ഥം. എന്നാൽ അവിടെ എത്തിയ അദ്ദേഹം രോഗിയാവുകയും മിഷണറി ജീവിതം അവസാനിപ്പിച്ച് തിരികെ പോരുകയും ചെയ്തു. എന്നിരുന്നാലും തീഷ്ണതയിൽ അല്പം പോലും കുറവ് അദ്ദേഹത്തിന് സംഭവിച്ചില്ല. സുവിശേഷ പ്രസംഗം അതിൻ്റെ പൂർണ്ണതയിലും ആഴത്തിലും ജീവിക്കാനും അതുപോലെ തന്നെ പ്രസംഗിക്കാനും അദ്ദേഹം പരമാവധി പരിശ്രമിച്ചു. അപ്പോൾ മിഷൻ ജീവിതത്തോടുള്ള തീഷ്ണതയും ദരിദ്രരോടുള്ള സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തിളച്ചു നിന്നു, ജീവിതത്തിൽ തിളങ്ങി നിന്നു എന്ന് പറയാൻ സാധിക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം അക്കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന സുവിശേഷ പ്രസംഗകനായി മാറി. അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് അദ്ദേഹത്തിന് ഇത്രയും പ്രസിദ്ധി നേടിക്കൊടുത്തത്. 1222 ഫ്രാൻസിസ്കൻ സഭയിലെ അംഗങ്ങളും ഡൊമിനിക്കൻ സഭയിലെ അംഗങ്ങളും പങ്കെടുത്ത ഒരു തിരുപ്പട്ട കർമ്മം. അവിടെ എല്ലാം ഒരുക്കിയിരുന്നു എങ്കിൽ തന്നെയും പ്രസംഗം പറയേണ്ട ആളെ മാത്രം നേരത്തെ പറഞ്ഞ് ഒരുക്കി വയ്ക്കാൻ അവിടുത്തെ സുപ്പീരിയറിന് സാധിച്ചില്ല. എങ്ങനെയോ അദ്ദേഹം അത് വിട്ടുപോയി. സമയമായപ്പോൾ വിശുദ്ധ അന്തോണീസിനെ അദ്ദേഹം അവിടെ കാണാനിട വന്നു. അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടെ ഇങ്ങനെയൊരു കാര്യം അഭ്യർത്ഥിച്ചു. ഒരു സുപ്പീരിയറിൻ്റെ അഭ്യർത്ഥന അനുസരിക്കേണ്ട ഉത്തരവാദിത്വം അല്പം മടിയോടെയാണെങ്കിലും അദ്ദേഹം ആ കൃത്യം ഏറ്റെടുത്തു. അങ്ങേയറ്റം ഹൃദ്യവും ലളിതവുമായ ഒരു പ്രസംഗമാണ് അദ്ദേഹം ആ തിരുപ്പട്ട കർമ്മത്തിൻ്റെ മധ്യത്തിൽ കാഴ്ചവെച്ചത്. അപ്പോൾ പിന്നീട് കൂടുതൽ പ്രസംഗങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം അതുണ്ടായി. കേട്ടുനിന്നവരെല്ലാം അങ്ങേയറ്റം ആത്മാവിനാൽ പ്രചോദിതമായ ഒരു പ്രസംഗമായിട്ട് അത് അനുഭവിക്കുകയും ചെയ്തു. കൂടുതൽ വിശുദ്ധ ഗ്രന്ഥം അറിയുവാനും പഠിക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അത് ആഴപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമം, പിന്നീട് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി വിളിക്കുകയും അദ്ദേഹം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അങ്ങനെയുള്ള ക്ഷണം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഒരുപാട് അസത്യവാദികളും അവിശ്വാസികളും പാഷണ്ഡവാദികളുമൊക്കെ അങ്ങേയറ്റം പ്രചാരത്തിൽ ഇരുന്ന കാലഘട്ടമായിരുന്നു അത്. ഇവരോടൊക്കെ അങ്ങേയറ്റം വിശ്വാസത്തെക്കുറിച്ചും അതിൻ്റെ ആഴങ്ങളെക്കുറിച്ചും തന്മയത്വത്തോടെ സംസാരിക്കാൻ വിശുദ്ധ അന്തോണീസിന് കഴിഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഒരിക്കൽ പാഷണ്ഡികളോട് പ്രസംഗിക്കവേ അദ്ദേഹത്തെ അവർ അപമാനിച്ചു, അവഹേളിച്ചു, പരിഹസിച്ചു, അവഗണിക്കുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം കടൽ തീരത്ത് ചെന്ന് മത്സ്യങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുന്നത്.
ആ പ്രസംഗം കേൾക്കാൻ മത്സ്യക്കൂട്ടം തന്നെ വന്നു എന്നാണ് ചരിത്രകാരന്മാർ ചിലർ പറയുക. ഈ പ്രസംഗത്തിന് ശേഷം ആ മത്സ്യങ്ങളെ ആശീർവദിച്ച് അദ്ദേഹം യാത്രയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവത്തിൽ തന്നെ മനസ്സിലാക്കാം, സുവിശേഷത്തോടും മിഷൻ ജീവിതത്തോടും സുവിശേഷ പ്രസംഗങ്ങളോടും വിശുദ്ധ അന്തോണീസിനുണ്ടായ സ്നേഹവും താല്പര്യവും തീക്ഷ്ണതയും അദ്ദേഹത്തിൻ്റെ അക്കാര്യങ്ങളിലുള്ള ആത്മാർത്ഥതയും ഈ സംഭവം വെളിവാക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ പല സ്ഥലങ്ങളിലേക്കും അയക്കുകയും ചെയ്തു. കൂടാതെ ഒരു പ്രസംഗ പരമ്പര തന്നെ അദ്ദേഹം എഴുതി ഉണ്ടാക്കി. പ്രത്യേകിച്ചും തൻ്റെ തന്നെ സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു അതെങ്കിൽ തന്നെയും ഞായറാഴ്ച പ്രസംഗങ്ങളായിരുന്നു അതിൻ്റെ മുഖ്യമായ വിഷയം. അതിനെ അങ്ങേയറ്റം ലളിതമായും സുന്ദരമായും പ്രകൃതിയിൽ നിന്നെടുത്തുള്ള പല പ്രതീകങ്ങൾ കൊണ്ടും അദ്ദേഹം വളരെ ഭംഗിയായി അത് അവതരിപ്പിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രസംഗങ്ങളൊക്കെ വളരെ ഹൃദ്യമാണ്. ഇന്നും ആ പ്രസംഗങ്ങൾ വായിക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്കങ്ങനെയുള്ളവരെയും കണ്ടെത്താനായിട്ട് സാധിക്കും. പഴയ നിയമത്തെക്കുറിച്ചും പുതിയ നിയമത്തെക്കുറിച്ചും അദ്ദേഹത്തിനുണ്ടായ അവഗാഠം പ്രകടമാകുന്നതായിരുന്നു ഈ പ്രസംഗങ്ങളൊക്കെയും. വിശുദ്ധ അന്തോണീസിൻ്റെ ചിത്രം നമ്മൾ കാണുക, ഉണ്ണി ഈശോയെ കയ്യിലേന്തി ഒരു ബൈബിൾ തുറന്നു പിടിച്ച് കയ്യിൽ ഒരു ലില്ലിപ്പൂവുമായിട്ട് നിൽക്കുന്ന ചിത്രമാണ്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങളെയാണ്. ലില്ലിപ്പൂവ് എന്ന് പറയുന്നത് വിശുദ്ധിയെയാണ് സൂചിപ്പിക്കുക. ബൈബിൾ തിരുവചനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. അതിനേക്കാളൊക്കെ അല്പം കൂടി ആകർഷണീയമായി നമുക്ക് തോന്നുന്നത് ഉണ്ണി ഈശോയെ അദ്ദേഹം കയ്യിലേന്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ അന്തോണീസ് ജനിക്കുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈശോ ജനിച്ചത്. ഉണ്ണി ഈശോയെ കയ്യിലേന്തി തിരുക്കുടുംബം നിൽക്കുന്ന ചിത്രം നമുക്ക് സുപരിചിതമാണ്. മാതാവ് നിൽക്കുന്നുണ്ട്, വിശുദ്ധ ഔസേപ്പിതാവ് നിൽക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിശുദ്ധൻ ഉണ്ണി ഈശോയെ കയ്യിലേന്തി നിൽക്കുന്നത് മിക്കവാറും വിശുദ്ധ അന്തോണീസ് മാത്രമായിരിക്കും. അപ്പോൾ എന്താണ് ഈ ചിത്രത്തിന് പിന്നിലുള്ള സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ അദ്ദേഹം തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ സ്വകാര്യതയിൽ പ്രാർത്ഥിക്കാനായിട്ട് മാറുകയാണ്. ഈ സമയം അങ്ങേയറ്റം ആഴമായ പ്രാർത്ഥനയിൽ കടന്നു ചെന്ന അദ്ദേഹം ഉണ്ണീശോയുമായി സംവദിക്കുന്നതായിട്ട് ആതിഥേയന് മനസ്സിലാവുകയാണ്. ഈ സംഭാഷണം അങ്ങേയറ്റം ഹൃദ്യവും ലളിതവുമായിരുന്നു. അത് ഈ ആതിഥേയൻ്റെ മനസ്സിൽ ആ ഒരു ചിത്രം മായാതെ നിൽക്കുകയാണ്. പിന്നീട് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ വിശുദ്ധൻ തന്നെ ആതിഥേയന് കർശനമായ നിർദ്ദേശം കൊടുത്തു, ഒരു കാരണവശാലും താൻ മരിക്കുന്നത് വരെ ഈ സംഭവം പുറത്തു പറയരുത് എന്ന്. അപ്പോൾ ഇതാണ് ഉണ്ണി ഈശോയെ കയ്യിലേന്തി നിൽക്കുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ ചിത്രത്തിൻ്റെ പിന്നിലുള്ള ഒരു കാരണം. ഇതുപോലുള്ള പ്രാർത്ഥനാ ചൈതന്യവും തീക്ഷ്ണമായ മിഷൻ ചൈതന്യവും തിളങ്ങി നിന്ന ഒരു ജീവിതമായിരുന്നു വിശുദ്ധ അന്തോണീസിൻ്റേത്. ഇതുകൂടാതെ തന്നെ അദ്ദേഹത്തെ നമ്മൾ പലപ്പോഴും പരിചയപ്പെടുന്നതും അറിയുന്നതും കാണാതെ പോകുന്ന സാധനങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലും ഒരു ചെറിയ സംഭവം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങേയറ്റം വായിക്കുന്നയാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം സങ്കീർത്തനങ്ങളായിരുന്നു. ഈ സങ്കീർത്തനങ്ങൾ അദ്ദേഹം വായിക്കുമ്പോഴൊക്കെ കിട്ടിയിരുന്ന പ്രചോദനങ്ങളും ഉൾക്കാഴ്ചകളുമൊക്കെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറിച്ചു വയ്ക്കുമായിരുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ പുസ്തകം കാണാതാവുകയാണ്. ഇപ്പം എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് വിശുദ്ധ അന്തോണീസിന് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടിയില്ല. തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു ആ പുസ്തകം തിരികെ കിട്ടുന്നതിന് വേണ്ടി. കാരണം പുസ്തകങ്ങൾ വളരെ വിരളമായിരുന്ന കാലം, വലിയ വില കൊടുത്ത് വാങ്ങേണ്ടിയിരുന്ന ഒരു കാലം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പുസ്തകം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് വലിയ മനപ്രയാസത്തിന് കാരണമായിരുന്നു. പുസ്തകം തിരികെ കിട്ടാൻ വേണ്ടി അദ്ദേഹം തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്. പിന്നീടാണ് അറിഞ്ഞത്, നൊവിഷ്യേറ്റിൽ നിന്ന് പറഞ്ഞു വിട്ട ഒരു സഹോദരൻ ഈ പുസ്തകം കൊണ്ട് വീട്ടിൽ പോയി എന്ന്. പിന്നീട് ആ സഹോദരൻ തന്നെ തിരികെ വന്ന് ഈ പുസ്തകം വിശുദ്ധ അന്തോണീസിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവമാണ്. കാണാതെ പോകുന്ന സാധനങ്ങൾ കണ്ടുകിട്ടുന്നതിന് വേണ്ടി വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ്യം ഇന്നും ആളുകൾ തേടുന്നതിനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രചോദനം. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ലളിതമായിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. ഒരു ദിവസം ധ്യാനം കഴിഞ്ഞ് പാതുവായിലേക്ക് തിരികെ പോരും വഴി കാമ്പസാംപോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുന്നത്. കൃത്യം തീയതി ജൂൺ 13, 1231. 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരു ചെറിയ പള്ളിയിൽ, സാന്ത മരിയ മാത്തർ ഡോമിനി എന്ന് പറയുന്ന ചെറിയ പള്ളിയിൽ അദ്ദേഹത്തെ സംസ്കരിക്കുകയാണ്. പിന്നീട് അതിനു മുകളിൽ വലിയ ഒരു ബസിലിക്ക പണിയുന്നു 1301.
അദ്ദേഹം മരിച്ചപ്പോൾ തെരുവിലെ കുട്ടികൾ കരയുകയും മണികൾ താനെ മുഴങ്ങുകയും ചെയ്തു എന്നാണ് പലരും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. 30 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടി തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് അഴുകാതിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അത് ഇന്നും ആ ബസിലിക്കയിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഗ്രിഗറി 9 പാപ്പയാണ് മെയ് 30 1232 ഇറ്റലിയിൽ വെച്ച് അദ്ദേഹത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രസംഗത്തോടും അതുപോലെ തന്നെ ആ കാര്യത്തിലുള്ള തീഷ്ണതയും പരിഗണിച്ച് 12 പിയൂസ് പാപ്പ ജനുവരി 16, 1946 അദ്ദേഹത്തെ സഭയുടെ വേദപാരംഗതനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പോർച്ചുഗൽ, ബ്രസീൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ അദ്ദേഹം വിവാഹിതരുടെ മധ്യസ്ഥനായിട്ടാണ് അറിയപ്പെടുന്നത്. കലഹപ്രിയരായ ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നിപ്പിക്കുന്നതിൽ വിശുദ്ധൻ വളരെ സ്തുത്യർഹമായ പങ്ക് വഹിച്ചിരുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്നും കേരളത്തിൽ ധാരാളം പേർ വിശുദ്ധൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. പലരും പ്രാർത്ഥിക്കുന്നത് ഈ ഒരു നിയോഗത്തിനു വേണ്ടി കൂടിയാണ്. കുടുംബജീവിതം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരും ആ നിയോഗവുമായിട്ട് വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നവരും സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. അതുപോലെ തന്നെ വിശുദ്ധ അന്തോണീസിൻ്റെ ഉപവി പ്രവർത്തനങ്ങൾ സെയിൻറ്റ് ആൻ്റണീസ് ബ്രെഡ് എന്ന പേരിലാണ് അറിയപ്പെടുക. ഇതിന് പിന്നിലും മറ്റൊരു കഥയുണ്ട്. ഒരമ്മ ഏകദേശം 2 വയസ്സുള്ള പ്രായമുള്ള കുഞ്ഞിനെ വീട്ടിൽ തനിച്ചാക്കി യാത്രയാവുകയാണ്. അപ്പോൾ ഈ സമയത്ത് അടുപ്പിൽ തിളച്ച വെള്ളമുണ്ടായിരുന്നു. ഈ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ എങ്ങനെയോ വെള്ളത്തിനടുത്ത് ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ മുഖം വെള്ളത്തിൽ കാണാനായിട്ട് സാധിച്ചു. ഉടനെ അടുത്ത് കാണാൻ വേണ്ടി കുഞ്ഞ് കമിഴ്ന്ന് കിടന്ന് നോക്കുകയാണ്. അങ്ങനെ കമിഴ്ന്ന് കിടന്ന് നോക്കുമ്പോൾ കുഞ്ഞും വെള്ളത്തിലേക്ക് വീഴുന്നു. അമ്മ തിരികെ വന്നപ്പോഴേക്കും കുഞ്ഞ് മരിച്ചിരുന്നു. അപ്പോൾ പിന്നീട് ഈ പറയുന്ന സംഭവം നടക്കുന്നത് വിശുദ്ധ അന്തോണീസിൻ്റെ ബസിലിക്കായുടെ അടുത്താണ്. അപ്പോൾ ഈ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ മരിച്ചു കിടക്കുന്ന കുഞ്ഞ് അമ്മയുടെ അലറിയുള്ള നിലവിളി അയൽവക്കക്കാരും ബസിലിക്കയിലുണ്ടായിരുന്ന ഫ്രാൻസിസ്കൻ വൈദികരും ഓടി വന്നു. അപ്പോൾ കാണുന്നത് ഈ രംഗമാണ്. ഫ്രാൻസിസ്കൻ വൈദികരെ കണ്ട ഉടനെ തന്നെ ഈ അമ്മ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടുകയാണ് കുഞ്ഞിനെ വീണ്ടും ജീവിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ അമ്മ ഒരു കാര്യം കൂടി വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ ഇങ്ങനെയൊരു കാര്യം ലഭിച്ചാൽ മറ്റൊരു ഉപകാരം കൂടി ചെയ്യാമെന്നുകൂടി ആ അവസരത്തിൽ പ്രതിജ്ഞ ചെയ്തു. കുഞ്ഞിൻ്റെ തൂക്കത്തിന് അത്രയുമുള്ള ആഹാരം പാവങ്ങൾക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ അത് വാഗ്ദാനം ചെയ്ത ഉടനെ തന്നെ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എന്ന പോലെ എഴുന്നേറ്റ് വരികയാണ് ചെയ്യുന്നത്. പിന്നീട് ആ സ്ത്രീയാണ് ഇങ്ങനെയുള്ള ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ ഇന്നും പല സ്ഥലങ്ങളിലും വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ദിവസം വിശുദ്ധ അന്തോണീസിൻ്റെ ബ്രെഡ് എന്ന രീതിയിൽ ആഹാരം വിഭവം ചെയ്യുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിലും കാണുവാൻ സാധിക്കും. ഇപ്പോൾ തീഷ്ണതയുള്ള ഒരു വൈദികൻ, അങ്ങേയറ്റം ഈശോയോടും അതുപോലെ തന്നെ സുവിശേഷത്തോടും സ്നേഹമുള്ള ഒരു വൈദികൻ, തിരുവചന വായനയും വിചിന്തനവും പ്രസംഗവും ശീലമാക്കിയ ഒരു വൈദികൻ, ഇതൊക്കെയാണ് വിശുദ്ധ അന്തോണീസിൽ നമുക്ക് പ്രകടമായി കാണുവാൻ സാധിക്കുക. തീഷ്ണതയുള്ള മിഷണറി എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ ഒരു കാര്യമാണ്. രക്തസാക്ഷിത്വം വരിച്ചും ഈശോയെ സ്നേഹിക്കാനുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ധൈര്യവും തൻ്റെ ഇടവും ചങ്കുറ്റവും. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പോയി നമുക്ക് സുവിശേഷം പ്രസംഗിക്കാനായില്ലെങ്കിൽ തന്നെയും നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടുന്നവരെന്ന നിലയ്ക്ക് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. വിശുദ്ധൻ സുവിശേഷം പ്രസംഗിച്ചത് അസത്യവാദികളോടും അവിശ്വാസികളോടും ആയിരുന്നു എങ്കിൽ ഇന്ന് നാം സുവിശേഷം പ്രസംഗിക്കേണ്ടത് നമ്മുടെ തന്നെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സഭയിലുമാണ്. അത് സുവിശേഷത്തിൻ്റെ ചൈതന്യം ജീവിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ശരീരത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ആത്മാവാണ്, ആത്മാവിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അപ്പോൾ വിശുദ്ധ അന്തോണീസിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം അടിസ്ഥാനം. പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന് ഇതിനു വേണ്ട എല്ലാ ഊർജവും ഓജസ്സും തേജസ്സും ഉണർവും ഉന്മേഷവും പകർന്നു കൊടുത്തിരുന്നത്. കേരള സഭ എത്രയോ കാലമായി വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടുന്നു. വിശുദ്ധനിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ സഭയും സമൂഹവും സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നാം പ്രാപ്തരായി എങ്കിൽ പ്രാർത്ഥനയിലൂടെ ഈശോയോട് അദ്ദേഹം വളർത്തിയെടുത്ത ഏറ്റവും ആത്മാർത്ഥമായ ബന്ധം, ഹൃദ്യമായ ബന്ധം, ഈശോയിൽ നിന്ന് ഇന്നും അനേകം അനുഗ്രഹങ്ങൾ വാങ്ങിത്തരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്.
അപ്പം അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിലേക്കും ഒന്ന് കടന്നു വരുന്നത് നല്ലതാണ്. ഇപ്പോൾ കാലങ്ങളായി കേരള സഭയിലും കത്തോലിക്ക സഭയിലും വിശുദ്ധനോടുള്ള ഈ മാധ്യസ്ഥം അങ്ങേയറ്റം പ്രചാരത്തിൽ നിൽക്കുന്നുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ തേടി ആളുകൾ എത്തുന്നു, അനുഗ്രഹങ്ങൾ ധാരാളം അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതനുസരിച്ച് വിശുദ്ധനെ പോലെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ നാം തയ്യാറാകേണ്ടതല്ലേ എന്നുകൂടി ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. വിശുദ്ധൻ്റെ നാമത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവരുടെ പേരുകൾ അവിടെ പ്രസിദ്ധം ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കാഴ്ചകളോ സഹായങ്ങളോ പരോപകാരങ്ങളോ അവർ ചെയ്ത അങ്ങനെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിൻ്റെ പേരിൽ ഉപകാരസ്മരണയായി ചെയ്ത പല കാര്യങ്ങളും അങ്ങനെയുള്ള തീർത്ഥാടന സ്ഥലങ്ങളിൽ പ്രസിദ്ധം ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും വിശുദ്ധനിൽ വിളങ്ങിയിരുന്ന ആഴമായ പ്രാർത്ഥനാ ചൈതന്യവും ആഴമായ മിഷണറി തീഷ്ണതയും നമുക്കും എന്തുമാത്രം പകർത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. ഉണ്ണീശോയെ കരങ്ങളിലെടുത്ത് നിൽക്കുന്ന ചിത്രം വളരെ ഹൃദ്യമാണ്, അങ്ങേയറ്റം ആർദ്രവുമാണ്. ഈ ഭാവങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചത് പ്രാർത്ഥനയിലൂടെയാണ് എന്ന് സത്യം. അപ്പം അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥന ഒരു സ്നേഹ സംവാദമായി, സ്നേഹസല്ലാപമായി, സ്നേഹ സംഭാഷണമായി മാറുന്നുണ്ടോ? ഈശോയോട് സംഭാഷിക്കുക, അതും ഉണ്ണീശോയോട് സംഭാഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശിശുക്കളോട് സംഭാഷിക്കുന്ന എങ്ങനെയെന്ന് ഓർക്കുക. അപ്പം അത്രമാത്രം ലോലവും ഹൃദ്യവും ലളിതവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഈശോ സുവിശേഷം പ്രസംഗിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നതും ഈ ഒരു രീതിയിലും ശൈലിയിലുമാണ്. ലളിതമായ ജീവിതത്തിലൂടെ സുവിശേഷത്തിൻ്റെ ചൈതന്യം ജീവിക്കുന്ന മനുഷ്യരാവുക. ഒരനുഗ്രഹമെങ്കിലും വിശുദ്ധൻ വഴി സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. വിശുദ്ധൻ്റെ മാധ്യസ്ഥം നേടിയവരൊക്കെ തന്നെ ഒരനുഗ്രഹമെങ്കിലും സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ നന്ദിയായി, അതിൻ്റെ ഉപകാര സ്മരണയായി ഒരാളെയെങ്കിലും വിശുദ്ധനിലേക്ക്, വിശുദ്ധൻ വഴി ഈശോയിലേക്ക് നയിക്കാൻ സാധിക്കുക. അങ്ങനെ വരുമ്പോൾ വിശുദ്ധ അന്തോനീസിനോടുള്ള ഭക്തി കുറച്ചുകൂടി ആഴവും ആത്മാർത്ഥവും സുവിശേഷ ചൈതന്യം നിറഞ്ഞതുമായിരിക്കും. അതുകൊണ്ട് തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വിശുദ്ധ അന്തോനീസിൻ്റെ നാമധേയരികളായ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ എത്രയും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. അവരിലൂടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുവാനും ഈശോയുടെ സ്നേഹത്തിലേക്ക്, വചനത്തോടുള്ള സ്നേഹത്തിലേക്ക്, നല്ല മിഷൻ ചൈതന്യത്തിലേക്ക് കടന്നു വരുവാനും ഇടയാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.